അപ്പൊ നമ്മളെ കാണാനും അറിയാനും കേൾക്കാനുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ പ്രിയപ്പെട്ടവർ, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കൊതേരി LP സ്കൂളിൽ പോവുകയാണ്. അവിടെ പ്രവേശനോത്സവം നടക്കുകയാണ്. ആ പ്രവേശനോത്സവത്തിന് ഗസ്റ്റായി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ മുന്നേ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ആ വീഡിയോ കംപ്ലീറ്റ് നമുക്കെടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുക. പ്രവേശനോത്സവം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, വനിതാ പ്രസിഡന്റ് കൈനേച്ചി, അതുപോലെ ബാക്കിയുള്ള എല്ലാ രക്ഷിതാക്കളെയും കുഞ്ഞു മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ബ്ലോഗർമാരായ റിഫ, ഹസന, റിയ എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയായി ബലൂൺ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളെ സ്നേഹത്തോടെ നമ്മുടെ കൊതേരി LP സ്കൂളിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. രക്ഷിതാക്കൾ ഒരു കാര്യം ഓർമ്മിക്കുക, എപ്പോഴും കുഞ്ഞുമക്കളുടെ കാര്യം നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സുമാരോട് ഞാൻ പറഞ്ഞത് ജയിച്ച് ശരിയാവില്ല, നമുക്ക് കുറച്ച് സ്ട്രീറ്റിട്ട് വലിയൊരു സ്റ്റേജും ഓഡിറ്റോറിയം വേണമെന്നുള്ളത്. ഏതായാലും 2 വർഷം ആയിക്കൊണ്ടപ്പോൾ ഞാൻ ഇവിടെ ഒരാളായിട്ട് എന്നിട്ട് അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ വിദ്യാർത്ഥി വീട്ടിൽ വന്ന് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ ഒരിക്കലും നിസാരമായി കാണില്ല. നീ ഇംഗ്ലീഷ് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് നിസാരമായി ഒരിക്കലും നിങ്ങൾ കാണാൻ പാടില്ല. പറഞ്ഞത് മോണ്ടിസോറിക്ക് 30-ലധികം അഡ്മിഷൻ ഇപ്രാവശ്യം എടുക്കാൻ പറ്റാതെ അപ്പൊ നമുക്ക് ഒരു ക്ലാസ് റൂം കൂടി എടുത്തില്ലെങ്കിൽ അവരെയും കൂടെ ഉണ്ടാകുന്നു. അടുത്ത വർഷം അതിലേക്കും കൂടുതൽ ക്ലാസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ഇരിക്കുകയാണ്. ഇന്നും നമുക്ക് ട്വിൻസ് ആയിട്ടുള്ള 2 ബ്ലോഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. റിഫ, ഹസ്ന ആൻഡ് റിയ, റസ്ന. അവരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ ശ്വേത ബ്ലോഗർമാരെന്നെല്ലാം പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പറയണമെന്നില്ല. അപ്പൊ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഇവിടെ ഈ ഒരു അവസരം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ശ്വേത പറഞ്ഞ പോലെ ഭയങ്കര ബ്ലോഗർ ഒന്നുമില്ല, പിന്നെ ആക്റ്റീവ് ഒന്നല്ല, അത്ര യൂട്യൂബിലൊക്കെ മെയിനായിട്ട് നമ്മൾ ഒക്കെയാണ്. മുഹമ്മദ് വളരെ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇപ്പൊ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പം കുറച്ചായിട്ട് ആക്റ്റീവ് വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് അധികം നമ്മൾ റീച്ച് ആയത്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കൂടുതൽ അറിയാം. ഒരു പാട്ട് പാടാൻ അപ്പൊ ഒരു 10 പാട്ട് പാടാൻ തരും. എന്റെ പേര് റിഫ ഹസ്ന, ഞാൻ റിയ റഹ്ന. നമ്മുടെ സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ BSc MG കോളേജാണ്. തമിഴ് പാട്ട് പാടാം. പിന്നെ 2 ടീച്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ചെറുപ്പക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ടീച്ചർ പേര്? എൻ്റെ പേര് ശ്രീ തന്നെയാണ്. വീട് ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് 2ാമത്തെ വർഷം. ഓക്കെ, ഏത് വിഷയം? മോണ്ടിസറിയാണ്. ഇവിടെ മോണ്ടിസറി
ഓക്കെ സാറ് അറബി അറബി പഠിപ്പിക്കും. എവിടെയാ വീട്? വീട് പരിഹാരം, മട്ടന്നൂർ പരിഹാരം. ഓ എന്നെ അറിയില്ലേ? ചാനൽ കാണാൻ. ആ ഓക്കെ. നമ്മളെ നാട്ടുകാരാണ്. ഞാൻ പണ്ട് പൊന്നാടുള്ള സമയത്ത് ടീച്ചർ വന്നിട്ട് ഇപ്പോൾ എത്ര 5 വർഷമായി അല്ലേ? ക്ലാസ്സിൽ എത്ര കുട്ടികൾ പുറത്ത് പോയിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? 2ാം ക്ലാസ്. മക്കളെ സുഖല്ലേ? ആ ഇപ്പം വേറെ എന്നിട്ട് വിശേഷങ്ങൾ? ഇപ്പോൾ എവിടെ താമസം ഇപ്പം ഉമ്മാനത്തല്ലേ? അതുകൊണ്ട് നമ്മൾ കാണാത്ത. അപ്പോൾ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉള്ള ടീച്ചർമാരും മാഷന്മാരും ഇവിടെ പോലെ സുന്ദരികളും സുന്ദരന്മാരുമാണ്. അപ്പോൾ ഏതാ പഠിപ്പിക്കുന്നത്? നമ്മളെ നാട്ടുകാരിയാണ്. ഏതാ ക്ലാസ്? 2 നീ LKG തന്നെ. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെന്നാ പറഞ്ഞോടെയാ? ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞ് സ്കൂളാ ഇഷ്ടം വീടാ ഇഷ്ടം ചോദിച്ചു. നേരം പറഞ്ഞു സ്കൂളാണ്. ഓക്കെ. അപ്പോൾ അപ്പുറം പ്രവേശനോത്സവം നടക്കുമ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. സാറ് ബുദ്ധിമുട്ടായാ? അപ്പോൾ സാറ് പേരുന്ന ഇത് എത്ര? 5th A. എല്ലാവരും ഉഷാറല്ലേ? ഓ ഭയങ്കര ഉഷാറാ. എല്ലാവരും ഇവിടെ അടുത്തില്ലാണോ അല്ലെങ്കിൽ ദൂരെ ഉള്ളതായിരിക്കും അല്ലേ? പല അടുത്തുള്ളവരും. യൂട്യൂബൊക്കെ കാണാറുണ്ടോ? ക്ലാസ് എല്ലാം അല്ലേ റിയ? ക്ലാസ്സെല്ലാം നല്ല ഒരു 2ാം ക്ലാസ്. ആ പിള്ളേർക്കെല്ലാം ഇവിടുന്ന് പോകാൻ തോന്നാത്ത രീതിയിലുള്ള ക്ലാസ് മുറികളാണ് അല്ലേ? അല്ല ഇവിടെയെല്ലാം ഇഷ്ടം വീടാ ഇഷ്ടം സ്കൂളാണ് ഇഷ്ടം? കണ്ട പിള്ളേരെല്ലാം പറയുന്നത് വീടാ ഏറ്റവും ഇഷ്ടം സ്കൂളാന്ന് ചോദിക്കുമ്പോൾ സ്കൂളാന്ന് പറയും. അവരൊക്കെ നിൽക്ക് കണ്ട പിള്ളേരെ. ടീച്ചറെ നമ്മൾ പിന്നെ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാ. ഇപ്പം മക്കളെ എല്ലാവരും ഉഷാറല്ലേ? പഠിക്കല്ലേ? നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് ചോദിച്ച ചോദ്യം ചോദിക്കണ്ട അല്ലേ? സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമല്ലേ? സ്കൂളിൽ പോകാനോട് നമുക്ക് വരും അല്ലേ? ടീച്ചർ എന്നിട്ട് എത്രയല്ല ഇത് 2nd B അല്ലേ? വീട് എവിടെയാ? നമ്മളെ നാട്ടുകാരിയാന്നേ. ഏച്ചൂരല്ലേ പേര്? ഓക്കെ. ഒന്ന് മാറി ഇവരെല്ലാം ഒന്ന് എടുക്കട്ടെ. എല്ലാം വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? അല്ലേ? പറ പഠിക്കുന്ന കുട്ടികളല്ലേ? ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആരാ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന്? മോനെ എല്ലാവരും കൈവക്കി. അപ്പം എല്ലാവരും പഠിക്കുന്ന കുട്ടികളല്ലേ? അപ്പോൾ ടാറ്റ പറഞ്ഞേ. പ്പെട്ടപ്പോഴാണ് നമ്മളെ പിന്നെ എന്നെ പഠിപ്പിച്ച ശ്രീദേവി ടീച്ചറുടെ മകൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ നമ്മളെ ശ്രീദേവി ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചറാണ്. പഠിപ്പിൽ ഞാനൊക്കെ കുറവാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ടീച്ചറായിരുന്നു. ആ ടീച്ചർ പിന്നെ നമ്മുടെ പരിപാടി വെച്ചപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് തന്നെ ടീച്ചർ ക്ഷണിച്ചിട്ടുണ്ട്. ആ ടീച്ചറായ ഒരു ബന്ധു അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വളരെ സന്തോഷമായി. ടീച്ചറെ വീട്ടിൽ ഓർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി. അപ്പം പിന്നെ അങ്ങോട്ട് അപ്പോൾ ടീച്ചറെ ഇതായിപ്പോയാ ബുദ്ധിമുട്ടാ? അല്ല നമ്മൾ ഷുഹൈബ് പറഞ്ഞുകൊണ്ട് എല്ലാ ക്ലാസ്സും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പരിചയപ്പെട്ടിടത്തോളം വളരെ നിലവാരം പുലർത്തുന്ന രീതിയിലാണ്. കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ് അല്ലേ? മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? കണ്ടാ ഭയങ്കര ഉഷാറാട്ടാ. അപ്പോൾ നമ്മൾ സ്കൂള് പിന്നെ പേര് പറഞ്ഞതുപോലെ ഷുഹൈബെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗംഭീരമാണ് ക്ലാസ് മുറികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം. കുട്ടികളും അതുപോലെ തന്നെ വളരെ എനർജിക് ആയിട്ടുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. ടീച്ചറെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ ടീച്ചറെ വീട് എവിടെയാ? കിളിയങ്ങാട് എന്ന് പറയുമ്പോൾ നമ്മളെ മരുതായിക്കപ്പുറം അല്ല? ഇവിടെ കണ്ടുപരിചയം പോലുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എത്രയായി? 5ാമത്തെ വർഷം അല്ലേ? ഓക്കെ. കുട്ടികളെല്ലാം വളരെ ഉഷാറല്ലേ? അപ്പോൾ ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം.
മക്കളെ അല്ല ഉഷാറല്ലേ? 1ാം ക്ലാസ്സിലെ നമ്മുടെ കുട്ടികളാണിത്. 1ാം ക്ലാസ്സിലാ എന്നാ? 1ാം ക്ലാസ്സിലെ മണിമുത്തുകളാണിത് കേട്ടാ. എല്ലാരും ഉഷാറല്ലേ? കണ്ടാ പൊന്നെ. മക്കളെ അല്ല ഉഷാറല്ലേ? എല്ലാവരും ഒന്ന് ചിരിച്ച. എന്തുണ്ട് ടീച്ചർ? എവിടെയാ വീട്? പള്ളിയാമ്പറമ്പ്. ഇവിടെ വന്നിട്ട് കുട്ടികളെല്ലാം സൂപ്പറല്ല അല്ലേ? മക്കളെ പോട്ടെ എന്നാലേ. എല്ലാവരും പഠിക്കല്ലേ? കണ്ടോ പഠിക്കുന്നതിൻ്റെ ആവേശം. അപ്പം ഭാവിയിൽ അപ്പോൾ ഓക്കെ. ഓ സോറി, പഠിക്കലുണ്ടോ എന്ന് ചോദിച്ചേ? അടിക്കലുണ്ടോ എന്ന് ചോദിച്ചേ ടീച്ചർ? ഇല്ലല്ലേ? അല്ല പണ്ടല്ലേ അടിക്കൽ, ഇപ്പോൾ ആരും അടിക്കലല്ലോ അല്ലേ? ഓക്കെ. എന്തുണ്ട് എല്ലാവരും പോയാ? കുട്ടികൾ ഇന്ന് എത്ര മണി വരെയാണ് പറഞ്ഞത് ക്ലാസ്? 3:30 അല്ല. അവിടെ നിന്ന് പറയുമ്പോൾ ഇനി ക്ലാസ്സിൽ ഇരിക്കേണ്ടെന്തോ പറയുന്ന പോലെ തോന്നി. അയ്യോ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ. ടീച്ചർ എന്തുണ്ട്? വീട് എവിടെയാ? പുന്നാടാ? പുന്നാടേടാ? ടീച്ചർ വേണം. ഞാൻ പുന്നാടാ. ഓക്കെ. എല്ലാവരും അല്ലേ? എല്ലാവരും പഠിക്കല്ലേ? ഇപ്പോൾ ടീച്ചറെ നമ്മളെ പിന്നെ വീട് എവിടെയായിരുന്നു? കുമ്മാനല്ലേ? അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എല്ലാവരും വിട്ടാറ് പറഞ്ഞോ? ഓക്കെ. എല്ലാവരും പോയാ? കുട്ടികളെല്ലാം പോയാ? ഓ മക്കളെല്ലാം സുഖമല്ലേ? ഇതാ കുട്ടികളിതാ അടിപൊളിയാക്കുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ അല്ലേ? ഉഷാറല്ലേ? ടീച്ചറെ വീട് എവിടെയാ? പൊതേരി തന്നെ അല്ലേ? ഓക്കെ. ടീച്ചറെ കയറുന്നുണ്ട്. മക്കളെ ഉഷാറല്ലേ? ഇതാ ഓരോ ക്ലാസ്സിലും ഓരോ വർക്കാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഒന്ന് എല്ലാവരും. ഓക്കെ. മക്കളെ നിങ്ങളതുപോലെ വരക്കുന്നുണ്ട്? നോക്കിയാ? ടീച്ചറെ വീട് എവിടെയാ? എവിടെ പരിചയമുണ്ടല്ലോ? കിളിയങ്ങാട്. ഇവിടെ വന്നേരുള്ള പരിചയം അങ്ങാറ്റം. നിങ്ങളന്ന് നമ്മളെ ഇവള് നജിലത്തിൻ്റെ ഒക്കെ എന്തോ പാസ്സാക്കുമ്പോൾ മതില്ലേ? അന്നേരം ഞാൻ കണ്ടിരുന്നു. മക്കളെല്ലാവരും സുഖമല്ലേ? അല്ലേ? ഓക്കെ. ഇതല്ല സുഖമല്ലേ? സാർ എന്നിട്ട് എവിടെയാ വീട്? എവിടെയാ? കല്ലൂർ അല്ലേ? എന്താ പേര്? അഖിലേഷ്. ഇത് പരിചയമുണ്ടോ? കണ്ടുപരിചയം. മക്കളെല്ലാവരും ഇങ്ങോട്ട് നോക്കിയാ? ഇതെൻ്റെ ഏട്ടൻ്റെ, നിങ്ങൾ 2-3 വട്ടം കണ്ടിട്ടുണ്ടോ? ഏട്ടൻ്റെ മോളെ സൗദാവിൻ്റെ അല്ലേ? അതും അങ്ങനെ ഉഷാറല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നെ വിശേഷങ്ങൾ ഫെബ്രുവരി ഉണ്ട് സംഭവം. നമ്മുടെ മാനേജർ അപ്പോൾ നമ്മളെല്ലാം കണ്ടല്ലോ മൊത്തത്തിൽ സ്കൂളിൻ്റെ ഒരു മാറ്റവും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ ഇപ്പം ഭക്ഷണപ്പേര പോലും ഇവിടുന്ന് മാനേജർക്ക് കാര്യങ്ങൾ കൃത്യമായി കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് വരെ അവിടെയുണ്ട്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും മറ്റുള്ള കാര്യങ്ങൾ ഷുഹൈബ് കൊതേരിയോട് നമുക്ക് ചോദിച്ചറിയാം. എന്നിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളെല്ലാം നല്ല രീതിയിൽ സന്തോഷത്തോടെ പോവുക. നമ്മുടെ രക്ഷിതാക്കളെ സപ്പോർട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിച്ചത്. നമ്മുടെ അഡ്മിഷനെല്ലാം നിർത്തേണ്ട ഒരു അവസ്ഥയിലെത്തിച്ചത് നമ്മളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും നമ്മുടെ നാട്ടുകാരും PT എല്ലാം നൽകുന്ന സപ്പോർട്ടും സഹായവും സഹകരണവും മാത്രമാണ്. അപ്പോൾ ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കുട്ടികളെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ നിർത്തുന്ന രീതിയിലേക്ക് എത്തിയത് ഇങ്ങോട്ട് താല്പര്യപ്പെട്ടു. ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് ടീച്ചർമാർക്കും അതുപോലെ കുട്ടികൾക്കും ഒരു അസൗകര്യം ഉണ്ടാകും. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമ്മൾ 25-30 കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയില്ല. മാത്രമല്ല ഇപ്പം 3.5 കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് കുട്ടികളെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കൊതേരി LP സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കിത് എടുക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബസ് റൂട്ട് കുഞ്ഞാട് വരെ ബസ് റൂട്ട് പ്രൊഫൈലൊക്കെ ഇവിടെ
കുട്ടികൾക്ക് ലഭിച്ച ട്രോഫി. അല്ല, ഞാനിപ്പം ക്ലാസ് മുറികളിലും പോയപ്പോൾ വളരെ നീറ്റായിട്ടുള്ള കുട്ടികളുടെ നല്ലൊരു എനർജി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്. ആ, ഒരു മിനിറ്റ്. അപ്പം അതുപോലെ തന്നെ ബസ് റൂട്ടിൻ്റെ അല്ല ഇതാ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്, അതുപോലെ ഉണ്ടല്ലോ. ചാറോട് കണ്ണൂർ മുട്ടുന്നവർ ഇങ്ങനെ വന്ന് ചാവശ്ശേരി നാളെ രാവിലെ പോയാൽ 15 സെക്ഷൻ. അപ്പം ടീച്ചറെ പേരെഴുതിക്കാം, എൻ്റെ പേരെഴുതിക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്കൂളിൻ്റെ മൊത്തത്തിൽ ഒരു ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നിലവാരം പുലർത്തുന്ന രീതിയിൽ തന്നെ ആണ് സംഭവം പൊതുവെ LP പിന്നെ ഐഡിയൽ സ്കൂളുള്ളത്. അപ്പോൾ ടീച്ചറോട് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ടീച്ചർ തന്നെയായിരുന്നോ? ഞാൻ 2 വർഷമായി കൊറോണയ്ക്ക് ശേഷം. വീട് എവിടെയായിരുന്നു? വീട് നെല്ലൂന്നല്ലേ? എന്നിട്ട് ടീച്ചർക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലങ്ങളിൽ നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ ആ ഹോളിലേക്കുള്ള കുട്ടികളെ ഉണ്ടാവുന്നു. ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു പരിപാടി വെക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട്. 600-നടുത്ത് കുട്ടികളായി, ഏകദേശം LKG അടക്കം. പിന്നെ മറ്റേ 25 അടക്കം 600 വരെ കുട്ടികളായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് മാറ്റവും വന്നിട്ടുണ്ട്. നമ്മൾ കെട്ടിട്ടുണ്ടാവും ആ പഴയ ബിൽഡിങ്ങും അതൊക്കെ പൊളിഞ്ഞ് പോയി. ഇപ്പോൾ പുതിയ നല്ല സൗകര്യമുള്ള കെട്ടിടം വന്നു. നല്ല ക്ലാസ് റൂമും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ വീണ്ടും കാണാം നമുക്ക് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ടീച്ചർ പറയും. എങ്ങനെ ടീച്ചറെ സൗണ്ട് പറഞ്ഞു? അപ്പാരറ്റ്സ് വെച്ച്, അതായത് ഇതാണ് അപ്പാരറ്റ്സ് മീൻസ് ഇതുപോലെയുള്ള ഓരോ ഇതാണ് അപ്പാരറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിപ്പിച്ചിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ പിന്നെ എല്ലാ കാര്യം, അതായത് മാത്തമെറ്റിക്സ് ആയാലും ക്യാരക്ടർ ആയാലും ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജ്, നമ്പേഴ്സ്, ഓഡ്, ഈവൺ, ഡെസിമൽ, അങ്ങനത്തെ എല്ലാം ഇത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കുട്ടികൾക്ക് നല്ല രീതി. അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ഇത് ഈ ഒരു സംഭവം ഇത് റെഡ്രോഡാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് നമ്മൾ ഡയറക്റ്റ് മാത്തമെറ്റിക്സ് ആണ് ഇതുകൊണ്ട് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് ഫസ്റ്റിൽ ഇതാണ് ഫസ്റ്റ്. അപ്പോൾ കുട്ടികൾ ഈ ഓർഡർ അനുസരിച്ചിട്ട് വെക്കുമ്പം മാത്തമെറ്റിക്സും കൂടി അതേ അങ്ങനെ പഠിക്കും. അതെല്ലാം എല്ലാത്തിനും ഓരോ ഫിറ്റ്നസ്, ഇത് എല്ലാത്തിനും ഓരോ എയിമുണ്ട്. ഇത് ബ്രൗൺ സ്റ്റെയറാണ്. അപ്പോൾ ഇത് ലെഫ്റ്റും പിന്നെ വൈറ്റാണ് ഡിഫറൻസ്. അതിൻ്റെ ലെങ്ത് എന്നാണ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇത് നമ്മൾ കുട്ടികളെ പഠിക്കുന്നത് പിന്നെയാണ് അപ്പോൾ ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമ്മൾ കൂടുതൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കുട്ടികൾ വിടുന്നത് കുട്ടിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യാം. ഓക്കെ. ഇതുപോലെ നമ്മളെ ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 5-6 മാസം കൊണ്ട് ഇതിൻ്റെ പണിയും പൂർത്തീകരിക്കും. അപ്പോൾ നമ്മൾ ടീച്ചറെ എടുത്തിട്ടില്ലായിരുന്നു, കുട്ടികളെല്ലാം എടുത്തത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കൈക്കെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട്. പിള്ളേർ അടിച്ചതാ? എവിടെ വീണ്? ശരി, വീട് എവിടെയാ? കാഞ്ഞിരോടല്ലേ? അപ്പോൾ ക്ലാസ്സെല്ലാം വളരെ നിലവാരം പുലർത്തുന്നതാണ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുണ്ട് ടീച്ചർക്ക് എന്താ പറയുന്നത് പറയാനുള്ള? കുട്ടികളെല്ലാം പേരെന്താ പറഞ്ഞത്? ഹസന അല്ലേ? ഓക്കെ, താങ്ക് യു. പോട്ടെ മക്കളെ, പോട്ടെ. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരു മനോഹരമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള, അവരാശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് കാണാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ പഴയ കെട്ടിടമാണ്, ആദ്യത്തെ സ്കൂളാണ്. ഇത് ഇത്രയും ഉയരത്തിലുള്ള ഒരു ഇതായിരുന്നു, അതൊക്കെ ഇടിച്ച് മാറ്റിയിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പുതിയൊരു കെട്ടിടം തന്നെ പണിതിട്ടുള്ളത്. ഇപ്പം 3-ാം നിലയിലുള്ള പണിയും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാ റിഫ ഇത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കുട്ടികൾ.
എല്ലാ സൗകര്യം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ സ്കൂളിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർത്താൻ വേണ്ടി പറ്റിയെന്ന് വരില്ല, വന്നിട്ടുണ്ടാവണമെന്നില്ല. എന്നാലും കൂടുതലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കംപ്ലീറ്റ് എടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് തോന്നില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എന്തായാലും ഇടണം. കമന്റ് ചെയ്യണം. ഓക്കെ. ഇതിലുള്ള അഭിപ്രായം എന്തായാലും അറിയിക്കണം.